ഒരിക്കല് ചില്ലന്നം കാടെന്ന് പറഞ്ഞ ഒരു കാടുണ്ടായിരുന്നേ. ആ കാട്ടില് ഒരു പങ്കൻ കുരങ്ങൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പങ്കൻ കുരങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചില്ലന്നം കാട്ടിലെ ഒരു മരത്തിലായിരുന്നു താമസം. ആ മരത്തില് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവന് കൂട്ടുകാരും ആരും ഉണ്ടായിരുന്നില്ല. അവൻ ആ മരത്തിൽ തന്നെ ഇരിക്കും, ആ മരത്തിൽ തന്നെ ഉറങ്ങും, ആ മരത്തിൽ തന്നെ കളിക്കും. അവനൊരു അമ്മാവൻ ഉണ്ടായിരുന്നേ, മങ്കനമ്മാവൻ. അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാനായിട്ട് വരും. അങ്ങനെ അമ്മാവൻ ഒരു ദിവസം വന്നപ്പോ, എടാ പങ്ക, നിനക്ക് കൂട്ടുകാരും ഇല്ലേ? എന്നും നീ ഇവിടെ തന്നെയുള്ളോ? നിന്റെ കൂട്ടുകാരൊക്കെ എന്തേ എന്ന് നിങ്ങൾ ചോദിച്ചേ. അപ്പോഴ് ഇവൻ പറഞ്ഞു, അയ്യോ, എനിക്ക് ആരും കൂട്ടുകാരില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല, ആരും എന്നോടൊന്നും മിണ്ടാറില്ല എന്ന് പറഞ്ഞേ. അപ്പൊ മങ്കനമ്മാവൻ പറഞ്ഞു, അങ്ങനെയല്ലടാ, നീ എല്ലാവരോടും പോയി മിണ്ടണം, നീ എല്ലാവരെയും സഹായിക്കണം, നീ എല്ലാവരുടെയും കൂടെ കളിക്കണം, എങ്കിലേ നിനക്ക് കൂട്ടുകാരുണ്ടാവുള്ളൂ എന്ന് അമ്മാവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോ അമ്മാവൻ അങ്ങോട്ട് പോയി. അപ്പൊ ഇവൻ വിചാരിച്ചു, അമ്മാവൻ പറഞ്ഞതല്ലേ, എന്നാ നമുക്ക് എവിടെയെങ്കിലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കുറച്ച് ലഡുവും കുറച്ച് ജിലേബിയും കുറച്ച് പഴങ്ങളൊക്കെ ഇവൻ ഒരു സഞ്ചിയിലാക്കിയിട്ട് ഇവൻ ഇങ്ങനെ അടുത്ത മരത്തിന്റെയും കുറച്ച് അങ്ങനെ ദൂരേക്ക് പോവാൻ തുടങ്ങി. അവിടെ ഒരു മരത്തിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുറേ പേര്, അണ്ണാന്മാരും കിളികളും കൊരങ്ങന്മാരും മുയലുകളും ഒക്കെ കൂടെ കളിക്കുക. അപ്പൊ ഇവന് വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞപ്പോ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവന്റെ കയ്യിലെ ജിലേബിയും ലഡു സാധനങ്ങളൊക്കെ ഇവർക്കങ്ങ് എടുത്തു കൊടുത്തി. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര സന്തോഷായി. അപ്പൊ അങ്ങനെ അവർ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഈ കാടിന്റെ അറ്റത്തുള്ള മരത്തിലാണ് താമസിക്കണേ, നിങ്ങളൊരു വരാവോന്ന് ചോദിച്ചു. അതിനെന്താ, ഞങ്ങള് വരാലോന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇവന്റെ മരത്തിന്റെ അവിടേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഇവരെല്ലാ ദിവസവും ഒരുമിച്ച് ഇവർക്കുള്ള പഴങ്ങൾ ശേഖരിക്കാനും പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം അങ്ങോട്ടൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കാനും ഇവര് തുടങ്ങി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവന്റെ അമ്മാവൻ ഒരു പ്രാവശ്യം കൂടെ അവിടെ വന്നു. ഇവന്റെ അമ്മാവൻ നോക്കി കഴിഞ്ഞപ്പോ, ഇത് തന്നെയാണ് ഇവന്റെ മരം. ഇവന്റെ മരത്തിൽ ആദ്യമായിട്ടല്ല ഇത്ര ആളുകൾ മരം കാണും തെറ്റിപ്പോയോന്ന് വിചാരിച്ചു. അപ്പൊ ഈ അമ്മാവൻ പറഞ്ഞു, മങ്ക നീ എവിടെയാ എന്ന് ചോദിച്ചു. അപ്പവും വന്നു കഴിഞ്ഞ് നോക്കിയപ്പോ അമ്മാവ, ഇത് തന്നെയാ എന്റെ മരം, ഇവിടെ എനിക്ക് എന്തോരം കൂട്ടുകാരായേ, അമ്മാവ് ഇവരൊക്കെ എന്റെ കൂട്ടുകാരിയാ. എന്നിട്ട് എല്ലാവരും ഇവനിങ്ങനെ പരിചയപ്പെടുത്തി. അപ്പൊ അമ്മാവൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയാടാ ഇത്രയും കൂട്ടുകാരെ കിട്ടിയെന്ന് ചോദിച്ചു. അമ്മാവൻ പറഞ്ഞില്ലേ എന്നോട് എല്ലാ കാര്യങ്ങളും കൊടുക്കാനും സഹായിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പോഴ് എനിക്ക് കൂട്ടുകാരുണ്ടാവുന്നു. ഞാനങ്ങനെ ചെയ്തു. അപ്പൊ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായി. നമുക്കപ്പൊ ഒത്തിരി കൂട്ടുകാരുണ്ടാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒത്തിരി ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം, നന്മ ചെയ്യണം, സന്തോഷിപ്പിക്കണം, പിന്നെ നമുക്കുള്ളതൊക്കെ നമ്മൾ പങ്കുവെച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ല കൂട്ടുകാരുണ്ടാകും.